ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ അങ്ങ് പണി തീരുന്നുള്ളൂ, നമ്മൾ അധികമായിട്ട് കഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെരക്കി വെച്ച ചിക്കൻ, അതായത് ഉപ്പും മുളകും മഞ്ഞളും ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം പെരക്കി വെച്ച ചിക്കൻ നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിൽ വേവിക്കട്ടോ. ഒരു വിസിൽ മതി, അല്ലെങ്കിൽ തീരെ വെന്തുടഞ്ഞു പോകും. അത് വേണ്ട. നമ്മളിത് ഈ ഒരു പരുവാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ, ഒരു ബ്രൗണിഷ് കളറാകുന്നത് വരെ. പൊരിക്കുമ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ജീരകമൊക്കെ ആഡ് ചെയ്താൽ മതി ആ വെളിച്ചെണ്ണയിൽ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ ഞാൻ ഉള്ളി തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് 2-3 വിസിലും കൂടി വേവിക്കും കേട്ടോ. അതാകുമ്പം കുറച്ചുകൂടി കൂടുതൽ കുഴകുഴാന്നിരിക്കും, നമുക്ക് അധികം ഇട്ട് കഷ്ടപ്പെടേണ്ട. അപ്പം നമ്മൾ പൊരിച്ച ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളി തക്കാളി വഴറ്റുന്നത്. അതാകുമ്പം ആ പൊരിച്ച് അതിൻ്റെ ഫ്ലേവറും കിട്ടും. ബാക്കി വരുന്ന പൊടികൾ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ചിക്കൻ മസാല ഗരം മസാലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പൊടികളുടെ കുത്തുണ്ടെങ്കിൽ അതങ്ങ് ബാലൻസ് ആയി പോയിക്കോളൂ കേട്ടോ, കുറച്ച് ബാലൻസ് ആവും. പിന്നെ ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങ വേണമെങ്കിൽ ഉറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ അത് അടച്ച് വെച്ചിട്ടും തുറന്ന് വെച്ചിട്ടൊക്കെ നന്നായിട്ട് ആക്കുക. പിന്നെ നമ്മൾ അരി വെക്കുന്ന രീതിയാണ്. അരി വെക്കുമ്പോൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. ഞാൻ 1 കിലോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 1 കിലോയിൽ 1 കപ്പ് അരിക്ക് അതേ അളവിൽ പാത്രത്തിൽ വെള്ളവും പിന്നെ കുറച്ച് കൂടുതലും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയും കറുവപ്പട്ടയും ചെറുനാരങ്ങ ഇട്ടിച്ച് അരി 1-2-3 തവണ വറുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. വെള്ളത്തിൽ പാകത്തിലുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നതിന് മുന്നേ ഞാൻ ഓഫ് ചെയ്യും. അതാകുമ്പം നമ്മൾ പാകത്തിനുള്ള അരി റെഡി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദം ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ ടേസ്റ്റിയുള്ള ബിരിയാണി